ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഒന്ന് കേട്ടിട്ട് കുറച്ച് കാര്യം പറയാനുണ്ട്. 2003 ശേഷം 2005 കളമശ്ശേരിയിൽ തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ് കത്തിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് കത്തിക്കുന്നത്? അബ്ദുൾ നാസർ മദനിയെ പോലൊരു കൊടും തീവ്രവാദിയെ അന്ന് കോയമ്പത്തൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന അബ്ദുൾ നാസർ മദനിയെ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് അന്ന് ബസ് കത്തിക്കുമ്പോൾ സൂഫിയ മദനി അതിൽ പ്രതിചേർക്കപ്പെട്ടിട്ടുണ്ട്. ആരാണ് ആ ബസ് കത്തിച്ചത് എന്നതാണ് നമ്മൾ ഓർക്കേണ്ടത്. ലഷ്കർ ഇ തോയ്ബ എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകര സംഘടനയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറായിട്ടുള്ള തടിയൻ ഗവർണർ നസീറിന്റെ നേതൃത്വത്തിൽ 2005 എറണാകുളത്തെ കളമശ്ശേരിയിൽ ഈ ബസ് കത്തിക്കുകയാണ്. ആളുകളെ മുഴുവൻ തോക്ക് ചൂണ്ടി, ആ ബസ്സിലെ യാത്രക്കാരെ തോക്ക് ചൂണ്ടിയ ശേഷം പുറത്തിറങ്ങിയിട്ട് പച്ചക്കൊരു ബസ് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുമ്പോൾ ആ നാട്ടിൽ വർഗീയ കലാപമില്ല എന്ന് ഇവിടെ ഒരു ഉളുമ്പുമില്ലാതെ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരും പത്രക്കാരും പറയുകയാണ്. 2007 ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിൽ സിമി ക്യാമ്പ് നടന്നത്. എന്തായിരുന്നു സിമി ക്യാമ്പിന്റെ ലക്ഷ്യം? 2007 ഡിസംബർ മാസം 11, 12, 13 തീയതികളിൽ വാഗമണ്ണിലെ മലനിരകളിൽ ബൈക്കുകൾ ഓടിച്ചു പഠിച്ച് ബോംബ് ഉണ്ടാക്കാൻ പഠിച്ച് പെട്രോൾ ബോംബുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള ട്രെയിനിങ് നടന്നത് സിമി ക്യാമ്പിലാണ്, വാഗമണ്ണിലാണ് നടന്നിരിക്കുന്നത്. 2008 എന്ത് സംഭവിച്ചു? മലപ്പുറത്ത് നിന്ന് എവിടേക്ക് പോയി? ജമ്മു കാശ്മീരിലേക്ക് പോയിരിക്കുകയാണ്. നമ്മുടെ മലൻ ടി വിയിലെ അടുപ്പുകൂട്ടി ചർച്ചയിൽ ഒരു വേട്ടാവളിയം പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. ഈ പറഞ്ഞ സംഭവം നടന്ന സമയത്ത് എവിടെയാണ് വർഗീയലാഭം ഉണ്ടായത്? അല്ല, എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുകയാണ്, എവിടെയാണ് വർഗീയലാഭം ഉണ്ടത്? പിന്നെ തോക്ക് ചൂണ്ടി അതിനകത്തുള്ള ആളുകളെല്ലാം പുറത്തിറക്കിയതിനു ശേഷമാണ് ഈ ബസ് കത്തിച്ചതെന്നാണ് പറയുന്നത്. ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള തെളിവ് എന്താണുള്ളത്? അല്ലെങ്കിൽ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ മഹദിനിയെ അകത്താക്കി, അതിനെന്ത് തെളിവാണ് ഉള്ളത്? കോടതിയിൽ മഹദിനി കുറ്റക്കാരനാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചു. 10-25 വർഷം ആ മനുഷ്യന്റെ ജീവനും ജീവിതവും ഒക്കെ നശിപ്പിച്ചിട്ടും ഇപ്പോഴും ഇവന്റെയൊക്കെ സോക്കേട് തീർന്നിട്ടില്ല എന്നുള്ള ഈ മലൻ ചാനലിനകത്ത് വന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ഹൈന്ദവ മത വിശ്വാസികളുടെ മനസ്സിലേക്ക് ഇതുപോലത്തെ വിദ്വേഷങ്ങൾ പരത്താൻ വേണ്ടി നോക്കിയതുകൊണ്ടാണ് ഈ സംഘി പരീക്ഷകൾ 8 നിലയിൽ പൊട്ടിയെന്ന് മാത്രമല്ല കണ്ടം വഴി ഓടിയിട്ടുണ്ട്. പിന്നെ 3 ജയിച്ചതിന്റെ വീമ്പൊന്നും ആരും ഇങ്ങോട്ട് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല. അത് 2 പാർട്ടികളുടെയും കുറച്ച് പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് ആ 3 സ്ഥലത്തും ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ മണ്ണിൽ പച്ച വർഗീയത പറഞ്ഞിട്ടുള്ള ഒരുത്തനെയും ഈ കേരളത്തിൽ വിജയിപ്പിക്കത്തില്ല. നിന്റെ അടുപ്പുകൂടി ചർച്ചയിൽ നീ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട് അല്ലേ? മുസ്ലിം ലീഗ് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പച്ച ലഡു, പച്ച പായസം, പച്ചക്കൊടി, പിന്നെ കെട്ടിടങ്ങളെല്ലാം പച്ചയാകുമെന്ന് പച്ച വർഗീയത പറഞ്ഞ നിന്നെപ്പോലുള്ള പരമനാരിക്ക് കിട്ടിയ മറുപടിയാണ് മലപ്പുറം ജില്ലയിൽ 16 സ്ഥലങ്ങളിലും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള അവർ ജയിച്ചു കയറിയത്. അതുള്ളത് കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയത് ഈ ഇരിക്കുന്ന കുഞ്ഞാപ്പാണ്. ഈ കുഞ്ഞാപ്പാക്ക് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നും ഒരു തെറ്റില്ല. കാരണം ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയം തൊട്ട് ഈ പറയുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമാണ്. അവർ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന് അവർ ഈ മണ്ണിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന നീയൊക്കെ ഇങ്ങനെ വന്നിരുന്നുണ്ട് ഈ പച്ചയ്ക്ക് വർഗീയത പറയുമ്പോൾ മുസ്ലിം ലീഗിന്റെ മറ്റൊരു കാര്യം കൂടെ നീയൊക്കെ കേൾക്കണം. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്ത് 51 വീടുകളാണ് എല്ലാ സൗകര്യങ്ങളോടുകൂടി ജാതി മതം നോക്കാതെ മുസ്ലിം ലീഗ് നൽകിയത്. പിന്നെ മുസ്ലിം 100 സീറ്റ് പിടിച്ച് അധികാരമേറുമ്പോൾ അതിലേറെ എനിക്ക് സന്തോഷം തോന്നുന്ന, എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന മറ്റൊരു വിജയമുണ്ട് ഇതിനകത്ത്. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ വർഗീയരാഷ്ട്രം വെടിഞ്ഞ് മതേതരത്തിന്റെ പ്രസ്ഥാനമായിട്ട് വന്ന് 60 വർഷം CPM-ന്റെ കോട്ടയിൽ കൊണ്ട് നിർത്തി വിജയിച്ചു കയറിയ ആൺകുട്ടിയുടെ പേരാണ് സന്ദീപ് വാര്യർ. ഈ സന്ദീപ് വാര്യറിനെ തോപ്പിക്കാൻ വേണ്ടി അവിടുത്തെ BJP CPM-ന് വരെ വോട്ട് ചെയ്തു. പല തരത്തിലുള്ള കള്ളത്തരങ്ങളും കുതന്ത്രങ്ങളും മെനഞ്ഞിട്ടും 3000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചതെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങളുടെ വിജയമാണ്. ഈ 100 സീറ്റിൽ കേരളത്തിൽ UDF വിജയിച്ചപ്പോൾ ആ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആ ഒരു യുവാവും കൂടെ ജയിച്ചത് കൊണ്ടാണ് ഇത്രയധികം ഒരു തിളക്കം ഇതിന് ലഭിക്കുന്നത്. ഒരു നേതാവിന് ഇനി BJP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ലഭിക്കുന്നത്. കാരണം തലയ്ക്കകത്ത് അല്പമെങ്കിലും ബോധവും മൂളയും വിവരവുമുള്ള ഒരുത്തനും ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ പറ്റില്ല, സംഖ്യയാകാൻ പറ്റില്ല. ഒരു മനുഷ്യ സ്നേഹിക്ക് ഒരിക്കലും സംഖ്യയാകാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയായിരുന്നു സന്ദീപ് വാര്യറിന്റെ ഈ ഒരു ഡയലോഗ് ഒന്ന് കേട്ടു നോക്കിയാൽ. 60 വർഷക്കാലത്തെ ഒരു ഇടതുപക്ഷ ലെഗസി, അതിൽ നിന്നൊരു മോചനം തൃക്കരിപ്പൂരിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഒരുപക്ഷെ കാസർഗോഡ് ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ടയാണ് എന്നൊരു നറേറ്റീവ് ആദ്യമായിട്ട് തകർത്തത് ബഹുമാനായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ്. അദ്ദേഹം കാണിച്ചു തന്ന വഴിയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്തത്. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയശില്പികളാണ് എൻ്റെ ചുറ്റും നിൽക്കുന്നത്. ഈ സമയത്ത് ഞാൻ അധികമായി സംസാരിക്കുന്നതിൽ ശരിയല്ല, പക്ഷേ ബഹുമാനായിട്ടുള്ള MP അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണം തീർച്ചയായിട്ടും ഇക്കാര്യത്തിലുണ്ട്. അദ്ദേഹം തൃക്കരിപ്പൂരിൽ ജയിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം, ഒരുപക്ഷെ ഞങ്ങൾക്ക് ആർക്കുമുള്ളതിൽ കൂടുതൽ വിശ്വാസം പ്രകടിപ്പിച്ചയാളാണ് ബഹുമാനപ്പെട്ട MP. കാരണം അദ്ദേഹത്തിന് ഈ നിയോജകമണ്ഡലത്തിൻ്റെ ഈ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂൻസിയുടെ നുക്കാൻ കോർണർ സംബന്ധിച്ച് കൈവെള്ളയിലെ രേഖ പോലെ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യുകയും ഇത്ര ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസം അത് കൊട്ടിക്കലാശത്തിൻ്റെ സമയത്ത് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചയാളാണ്. ഒപ്പം എൻ്റെ UDF ലീഡർഷിപ്പ്
ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ്, അതുപോലെ തന്നെ ശ്രീ ബഷീർ ചാ ഉൾപ്പെടെയുള്ള ശ്രീ രാജേന്ദ്രൻ വക്കീൽ അടക്കമുള്ള UDFന്റെ നേതൃത്വം, ആ നേതൃത്വം ഒറ്റക്കെട്ടായി ടീം UDF ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തു. തൃക്കരിപ്പൂരിലെ ഈ ഉജ്ജ്വല വിജയത്തിന് പുറകിൽ ആ UDFന്റെ ഈ കൂട്ടായ നേതൃത്വത്തിൻ്റെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MP നൽകിയിട്ടുള്ള നേതൃത്വത്തിൻ്റെ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ വിജയം സാധ്യമായത്. കോട്ടമതിൽ കെട്ടിത്തടുത്ത ഒരു തറവാട്ടിലേക്കാണ് ഞാൻ പറഞ്ഞത്. എന്നെ വാങ്ങിട്ടി എന്ന് ചേർത്ത് വിളിച്ച ആ തറവാട്ടിലേക്കാണ് ഞാൻ പറഞ്ഞത്. അവിടുന്ന് ബഹുമാനായിട്ടുള്ള പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു, സന്ദീപ് കേവലം ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ല, ഞങ്ങളുടെ കൂടി സ്ഥാനാർത്ഥിയാണ്, ഞങ്ങളുടെ പൊതു സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചയച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിലെ വിവിധ സാമൂഹിക മത സാമുദായിക നേതാക്കളുടെ മുഴുവൻ പിന്തുണയും സ്നേഹവും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുണ്ട്. അവരെല്ലാവരെയും ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ്, അവരെല്ലാവരെയും നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. കാരണം എന്താ, കേരളം ഉറപ്പാണ്, കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് ഇന്ന് തൃക്കരിപ്പൂരിൽ സംഭവിക്കുന്നത്. എന്നെ തൃക്കരിപ്പൂരിലേക്ക് പറഞ്ഞയച്ചപ്പോ പല ആളുകളും ചോദിച്ചു, സന്ദീപിനെ എന്താണ് ഒരു മണ്ഡലത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു, അല്ലെ? സന്ദീപിനെ തള്ളിവിട്ടിരിക്കുന്നു, പാവം, അവനെ അവസാനിപ്പിക്കാനുള്ള പരിപാടിയാ. പക്ഷേ ഇങ്ങോട്ട് അയച്ച ആളുകൾ അവർ നിസ്സാരക്കാരല്ലല്ലോ, അവർ ചിലത് കണ്ടിട്ടുണ്ടാവുമല്ലോ, UDFന്റെ നേതൃത്വം ചിലതൊക്കെ കണ്ടിട്ട് തന്നെ ആയിരിക്കുമല്ലോ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ടാവുക. എന്തായാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതൃത്വം എന്താണോ ആഗ്രഹിച്ചത് അത് നമ്മൾ നടത്തിക്കൊടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരുപാട് കാര്യം നിങ്ങളോട് ഇനിയുള്ള ദിവസങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ ഒരു കാര്യം തൃക്കരിപ്പൂരിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. എനിക്ക് വോട്ട് ചെയ്ത ആളുകളുടെ മാത്രമല്ല, മറിച്ച് ഈ തൃക്കരിപ്പൂരിലെ 2 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യരുടെ ജനപ്രതിനിധിയായിരിക്കും, നിങ്ങളുടെ ശബ്ദമായിരിക്കും, നിങ്ങളുടെ നാവായിരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് വോട്ട് ചെയ്യാത്ത, ഒരുപക്ഷെ എന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാവാം. ഞാൻ അവരോടും പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കൊരാവശ്യം വന്നാൽ എന്നെ സമീപിക്കാൻ നിങ്ങളൊരു മടിയും കാണിക്കരുത്. ഇതുപോലൊരു നേതാവിനെ, ഇതുപോലെ ആർജവമുള്ള, എന്ത് പറയണം, എവിടെ എന്ത് പ്രവർത്തിക്കണമെന്നറിയുന്ന ഒരു നേതാവിനെ നിങ്ങൾക്ക് ഈ പറയുന്ന BJP എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ കാണിച്ചു തരാൻ സാധിക്കുമോ? വിവരക്കേടും പൊട്ടത്തരങ്ങളും വിളിച്ചു പറയുന്ന മണ്ടന്മാരല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ ഈ പ്രസ്ഥാനത്തിലുണ്ടോ? എന്തായാലും ഈ തലയ്ക്കകത്ത് ബോധമുള്ള മൂളയുള്ള ഒരുത്തനും ആ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്തമ ഉദാഹരണം തന്നെയല്ലേ നമ്മുടെ ഈ സന്ദീപ് വാര്യർ. കരിപ്പൂർ എന്ന് പറയുന്ന ഈ ഒരു മണ്ഡലം 60 വർഷമായിട്ട് അങ്ങോട്ട് CPM ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്ഥലത്തേക്ക് സന്ദീപ് വാര്യറിനെ കുഴിച്ചു മൂടാൻ വേണ്ടിയാണ് ഇവിടുത്തെ UDF നേതാക്കൾ അദ്ദേഹത്തെ അങ്ങോട്ട് തള്ളിവിട്ടതെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച് ആക്ഷേപിച്ച സംഘപരിവാർ റോളികളുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന മറുപടിയാണ് 3000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ആ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഹൃദയത്തിൽ തൊട്ട ഒരു വലിയൊരു നന്ദി അറിയിക്കുകയാണ്. കിട്ടിയത് അതൊരു ആൺകുട്ടീനെയാണ്. ഇനി തൃക്കരിപ്പൂർ എന്ന് പറയുന്ന ആ ഒരു മണ്ഡലം ഏത് രീതിയിലേക്ക് മാറുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും സന്ദീപ് വാര്യറിനെ പോലുള്ള ചുണക്കുട്ടികളായിട്ടുള്ള ഒരുപാട് നല്ല മനസ്സിനുടമയായിട്ടുള്ള പ്രവർത്തകർ ഇനിയെങ്കിലും ഈ പറയുന്ന പ്രസ്ഥാനത്തിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും മതേതര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്നാൽ നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും ഈ പറയുന്ന ത്രിവർണ്ണ പതാകയുടെ കീഴിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അംഗീകാരവും സ്ഥാനവും. കാരണം നിങ്ങൾ മനുഷ്യനായി ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കും. അതിപ്പോൾ LDF ആയാലും കൊള്ളാം, UDF ആയാലും കൊള്ളാം. LDFന് ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു ക്ഷീണമാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിലും അതിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് LDF ശക്തമായ രീതിയിൽ തിരിച്ചു വരിക തന്നെ ചെയ്യും. അതിനകത്തൊരു സംശയമില്ല. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ LDF ആയിരിക്കും. 10 വർഷം അവർ ഭരിച്ചു. അവരുടെ ഭരണത്തിൽ വലിയ വീഴ്ചകളുള്ളതായിട്ടൊന്നും എനിക്ക് എവിടെയും തോന്നിയിട്ടില്ല. പക്ഷേ ഒരു മാറ്റം അനിവാര്യമാണ്. ആ ഒരു മാറ്റമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.